നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ ഫെസിലിറ്റി ഓഫ് ഓട്ടോ ഡയലൂഷൻ ഈസ് അവൈലബിൾ ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഓട്ടോ അനലൈസർ. ആൻസർ ആയിട്ട് വരുന്നത് റാൻഡം അസസ് അനലൈസർ ആണ്. റാൻഡം അസസ് അനലൈസറിന് ഒരു എബിലിറ്റി ഉണ്ട്. അതിന് സൈമൾട്ടേനിയസ്ലി ആയിട്ട് മൾട്ടിപ്പിൾ ടെസ്റ്റ് പെർഫോം ചെയ്യാൻ കഴിയും. അത് നെസസറി ആണെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കലി ഡയലൂട്ട് സാമ്പിൾസ് അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് സാമ്പിൾസിനെ ഡയലൂട്ട് ചെയ്യാനും പറ്റും. അതിനെ നമ്മൾ ഓട്ടോ ഡയലൂഷൻ എന്ന് പറയും. അതുകൊണ്ട് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് റാൻഡം അസസ് അനലൈസർ എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ബ്ലഡ് ഗ്യാസ് അനാലിസിസ് മെഷർഡ് PCO2 ഓഫ് ദ സാമ്പിൾ ഈസ് ഫൗണ്ട് ടു ബി ഇൻക്രീസ്ഡ്. നമ്മൾ ബ്ലഡ് ഗ്യാസ് അനാലിസിന്റെ ടൈമിൽ നമ്മുടെ PCO2ന്റെ വാല്യൂ മെഷർ ചെയ്തത് ഇൻക്രീസ് ആണ്. അതിന്റെ ഒരു റീസൺ എന്താന്നുള്ളത് എന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ഡിലേ ഇൻ മെഷർമെന്റ്. അത് നമ്മൾ PCO2 മെഷർ ചെയ്യാനെടുത്ത ടൈമിൽ ഡിലേ ആയിട്ടുണ്ടായിരിക്കും. അതാണ് അതിന്റെ ഒരു കാരണമായിട്ട് വരുന്നത്. അങ്ങനെ ഡിലേ ആവുന്ന ടൈമിൽ സെൽസ് മെറ്റബോളൈസ് ചെയ്യും ആൻഡ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെയാണ് PCO2ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നത്. മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ്ഡ് ടെക്നിക് ഫോർ മെഷറിംഗ് ഓസ്മോളാലിറ്റി ഓഫ് ക്ലിനിക്കൽ സാമ്പിൾസ്. നമ്മുടെ ക്ലിനിക്കൽ സാമ്പിൾസിന്റെ ഓസ്മോളാലിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ. നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ബ്ലഡ് യൂറിനൊക്കെ ഓസ്മോളാലിറ്റി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് യൂസ്ഡ് ആൻഡ് അബ്സോർബന്റ് ഇൻ തിൻ ലെയർ ക്രോമറ്റോഗ്രഫി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സെഫാഡെക്സ് ആണ്. സെഫാഡെക്സ് യൂസ് ചെയ്യുന്നത് ജെൽ ഫിൽട്രേഷൻ ക്രോമറ്റോഗ്രഫിയിലാണ്. ഓക്കെ, നമ്മുടെ തിൻ ലെയർ ക്രോമറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത് സിലിക്ക ജെല്ല്, അലൂമിന, സെല്ലുലോസ് ഒക്കെ നമ്മുടെ തിൻ ലെയർ ക്രോമറ്റോയിൽ യൂസ് ചെയ്യുന്നതാണ്. സെഫാഡെക്സ് യൂസ് ചെയ്യുന്നത് ജെൽ ഫിൽട്രേഷൻ ക്രോമറ്റോഗ്രഫിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലിക്വിഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കാലിബ്രേഷൻ ഓഫ് സ്മാൾ വോളിയം ഓഫ് പിപ്പറ്റ്. നമ്മുടെ സ്മാൾ വോളിയം ഓഫ് പിപ്പറ്റിനെ കാലിബ്രേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏത് ലിക്വിഡ് ആണെന്നുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് മെർക്കുറി ആണ്. മെർക്കുറിയുടെ സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ നോൺ ഇവാപറേറ്റീവ് ഇൻ നേച്ചർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മെർക്കുറി ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെസ്റ്റ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ക്യാൻ ബി മോണിറ്റർഡ് വിത്ത് ഡെൽറ്റ ചെക്സ്. ഡെൽറ്റ ചെക്ക് യൂസ് ചെയ്തിട്ട് ഏത് പാരാമീറ്റേഴ്സിന്റെയാണ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത്? എന്റെ ആൻസർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രോട്ടീൻ ആണ്. ഡെൽറ്റ ചെക്ക് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ആണ്. നമ്മുടെ എന്തെങ്കിലും നമ്മുടെ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് പെട്ടെന്ന് ഇൻക്രിമെന്റോ അല്ലെങ്കിൽ ഡിക്രീസോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ചെക്ക് വെച്ചിട്ട് അത് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇതിൽ ടോട്ടൽ പ്രോട്ടീന്റെ ആണ് നമ്മൾ ഡെൽറ്റ ചെക്ക് വെച്ചിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഫോർ എക്സ്പ്രസിംഗ് സിറം ബിലിറൂബിൻ. നമ്മുടെ സിറം ബിലിറൂബിൻ നമ്മൾ ഏത് SI യൂണിറ്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്? നമുക്കറിയാം മൈക്രോ മോൾ പെർ ലിറ്റർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ആന്റികോയാഗുലന്റ് ദാറ്റ് ഡസ് നോട്ട് ഇന്റർഫിയർ വിത്ത് ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആക്ടിവിറ്റി ഇൻ ബ്ലഡ്. ഏത് ആന്റികോയാഗുലന്റ് ആണ് നമ്മുടെ ബ്ലഡിലുള്ള ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ആക്ടിവിറ്റി ആയിട്ട് ഇന്റർഫിയർ ചെയ്യാത്തത്? ഹെപ്പാരിൻ ആണ് ഒരു എൻസൈം ആക്ടിവിറ്റി ആയിട്ട് ഇന്റർഫിയർ ചെയ്യാത്ത ഒരു ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത് ഹെപ്പാരിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെക്നിക് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിറ്റക്ട് ആൻഡ് മെഷർ റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ടെക്നിക്, ആൻഡ് ദാറ്റ് ഈസ് ഓട്ടോ റേഡിയോഗ്രഫി, ഗ്യാസ് അയണൈസേഷൻ ഡിറ്റക്ടർ ആൻഡ് സിന്റിലേഷൻ കൗണ്ടർ. ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബവ് ആണ്. ഇത്രയും മെത്തേഡ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ കോഎഫിഷ്യന്റ് വേരിയേഷൻ ഇഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് +or-5 ആൻഡ് മീൻ ഈസ് 30? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ SD എന്ന് പറയുന്നത് +or-5 മീൻ 30 ആവുന്ന ടൈമിൽ നമ്മുടെ കോഎഫിഷ്യന്റ് വേരിയേഷൻ അല്ലെങ്കിൽ CV പറയുന്നത് എത്ര ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ കോഎഫിഷ്യന്റ് വേരിയേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ മീൻ ഇൻറ്റു 100 എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓപ്ഷൻ A 16.7 എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് according to the hazardous identification system developed by the National Fire Protection Association, the red diamond in the diamond symbol of chemical label represent. നമുക്കറിയാം നമ്മുടെ NFPA ഡയമണ്ട് സിമ്പിളിലുള്ള റെഡ് കളർ ഫ്ലെയിമബിലിറ്റി ഹസാർഡ് ആണ്. പിന്നെ ഉള്ളത് ബ്ലൂ ആണ്. നെക്സ്റ്റ് യെല്ലോ, വൈറ്റ് 4 കളേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. അതിൽ റെഡ് എന്ന് പറയുന്നത് ഫ്ലെയിമബിലിറ്റി ഹസാർഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്പ് 3 reagent grade water can be used for. The answer എന്ന് പറയുന്നത് ഗ്ലാസ്വെയർ വാഷിംഗ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. ടൈപ്പ് 3 വാട്ടർ എന്ന് പറയുന്നത് ലോവസ്റ്റ് ഗ്രേഡ് ഓഫ് റിയേജന്റ് വാട്ടർ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ലബോറട്ടറി വാഷിങ്ങിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്
Which of the following indicates poor training of laboratory personnel? അതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത് ഡിലേ ഇൻ ടിഷ്യൂ റിസൾട്ട്, ഫ്രീക്വന്റ് ഡാമേജ് ടു എക്യുപ്മെന്റ് ആൻഡ് ഗ്രേറ്റർ ഇൻസിഡൻസ് ഓഫ് ലാബ് അക്വയർഡ് ഇൻഫെക്ഷൻ. എല്ലാം തന്നെ ലബോറട്ടറി പേഴ്സൺസിന്റെ പുവർ ട്രെയിനിങ് ആണ്. ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ആൾ ഓഫ് എബോവ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൊക്കേറ്റിംഗ് ഏജന്റ് യൂസ്ഡ് ഇൻ പേപ്പർ ക്രോമറ്റോഗ്രഫി ഫോർ സെപ്പറേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പാബ അല്ലെങ്കിൽ പാരാ അമിനോ ബെൻസോയിക് ആസിഡ്. അതാണ് നമ്മൾ ലൊക്കേറ്റിംഗ് ഏജന്റ് ആയിട്ട് പേപ്പർ ക്രോമറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഹെൽപ് ടു ഐഡന്റിഫൈ കാർബോഹൈഡ്രേറ്റ് ബൈ റിയാക്ടിങ് ആൻഡ് പ്രൊഡ്യൂസിങ് വിസിബിൾ സ്പോട്ട്സ്. വിസിബിൾ സ്പോട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പാബ അല്ലെങ്കിൽ പാരാമിനോ ബെൻസോയിക് ആസിഡിനെ നമ്മൾ പേപ്പർ ക്രോമറ്റോഗ്രഫിയിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഹീമോലിറ്റിക് ക്രൈസിസ് ബിലിറൂബിൻ ലെവൽ. ഹീമോലിറ്റിക് ക്രൈസിസിൽ ബിലിറൂബിന്റെ ലെവൽ നമ്മുടെ ബ്ലഡിൽ എന്തായിരിക്കും, ബോഡിയിൽ എന്തായിരിക്കും എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ആണ്. നമുക്കറിയാം ഹീമോലിസിസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് RBC ആണ്. അതുകൊണ്ട് തന്നെ RBC ബ്രേക്ക് ആവുന്ന ടൈമിൽ അത് എന്ത് ചെയ്യും, നമ്മുടെ ബിലിറൂബിന്റെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ ലെവൽസ് നമ്മുടെ ബ്ലഡിൽ എലിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഹീമോലിറ്റിക് ക്രൈസിസിൽ ബിലിറൂബിന്റെ ലെവൽ ഇൻക്രീസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MM fraction of CPK, അതായത് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ഈസ് മോസ്റ്റ് അബണ്ടന്റ് ഇൻ. നമ്മുടെ CPKയുടെ ഫ്രാക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാവുന്ന എവിടെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ആണ്, സ്കെൽറ്റൽ മസിൽസിലാണ് കൂടുതലായിട്ട് കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഇസ് എ. ആൻസർ ഓൾ ഓഫ് ദി അബവ് ആണ്. ലിവർ എൻസൈം ആണ്, ബോൺ എൻസൈം ആണ്, പ്ലാസന്റൽ എൻസൈം ആണ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് അല്ലെങ്കിൽ ALP എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിക്സേഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ടു 1.010 ഈസ് ഫൗണ്ട് ഇൻ. സ്പെസിഫിക് ഗ്രാവിറ്റി 1.010 ഫൗണ്ട് ഏത് ക്ലിനിക്കൽ കണ്ടീഷൻസിലാണ് കാണുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഗ്ലോമറുലോ നെഫ്രൈറ്റിസിൽ, ക്രോണിക് ഗ്ലോമറുലോ നെഫ്രൈറ്റിസിലാണ് യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.010 ആയിട്ട് കാണുന്നത്. കാരണം ക്രോണിക് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുമ്പോൾ കിഡ്നിയുടെ ആ ഒരു ഡിസീസ് കണ്ടീഷനിൽ നമ്മുടെ കിഡ്നിയുടെ എബിലിറ്റി ലോസ് ആവുകയാണ്. നമ്മുടെ യൂറിൻ ഡയലൂട്ട് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെയുള്ള നമ്മുടെ കിഡ്നിയുടെ എബിലിറ്റി ലോസ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു ഫിക്സഡ് ആയിട്ടാണ് കാണുന്നത്. അതായത് 1.010 എന്നുള്ള ഫിക്സഡ് സ്പെസിഫിക് ഗ്രാവിറ്റിയിലാണ് ക്രോണിക് ഗ്ലോമറുലോ നെഫ്രൈറ്റിസിൽ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈനോവിയൽ ഫ്ലൂയിഡ് ഇസ് ദ ബോഡി ഫ്ലൂയിഡ് ഫൗണ്ട് ഇൻ. ആൻസർ എന്ന് പറയുന്നത് ജോയിന്റ്സിലാണ്. ജോയിന്റ്സിൽ കാണുന്ന ഫ്ലൂയിഡിന്റെ നെയിമാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് യൂറിനറി കാൽക്കുല ഈസ് മേഡ് അപ്പ് ഓഫ്. മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന യൂറിനറി കാൽക്കുല എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കാൽഷ്യം ആൻഡ് ഓക്സലേറ്റ്. ഫോം ചെയ്യുന്നത് നമ്മൾ കാൽഷ്യം ഓക്സലേറ്റുമായിട്ട് യൂറിനിലുള്ള ഓക്സലേറ്റുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് കാൽഷ്യം ആൻഡ് ഓക്സലേറ്റ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഉണ്ടാവുന്നത്. നമുക്ക് ചില സമയം ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്ററി ഫാക്ടേഴ്സിന്റെ ഇതായിട്ടും നമുക്ക് കാൽഷ്യം ആൻഡ് ഓക്സലേറ്റ് കാൽക്കുല ഫോം ചെയ്യാറുണ്ട്.